അതെന്താ ഞാൻ ചുക്കാപ്പി ഉണ്ടാക്കിയാ കുടിക്കില്ലേ? എന്നോടല്ലേ പിണക്കം? ചുക്കാപ്പിയുടെ എന്തിനാ പിണക്കം? ഇതെന്താ? ഞാൻ ചുക്കാപ്പി ഇടുന്നുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണോ? വക്കീലിന്റെ അടുക്കള എന്തായാലും ഞാൻ വൃത്തികേടാക്കില്ല. ആ, അവിടെ പോയി റെസ്റ്റ് എടുത്തേ. ചുക്കാപ്പിയുടെ പൊടി അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. കാപ്പി ഇടുന്നതേ എന്റെ ഡ്യൂട്ടിയല്ലേ. കുടിക്കുന്നത് മാത്രമാണ് വക്കീലിന്റെ ഡ്യൂട്ടി. പരിചയമില്ലാത്ത അടുക്കള സാധനങ്ങളൊക്കെ എവിടെയാ ഇരിക്കുന്നതെന്ന് നല്ല നിശ്ചയമുണ്ടോ? എല്ലാ അടുക്കളയും ഏകദേശം ഒരുപോലെ തന്നെയാ. എല്ലാ സാധനങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. വക്കീൽ പോയി റെസ്റ്റ് എടുത്തേ. അതെ, പല സാധനങ്ങളും പല സ്ഥലത്തായിട്ടാ ഇരിക്കുന്നത്. ആയിക്കോട്ടെ വക്കീലേ, ഇത് കോടതിയല്ല. കോടതി വിസ്താരം വേണ്ട. എന്നെ ഒന്ന് ഫ്രീ ആക്കി വിട് വക്കീലേ. അവിടെ പോയി ഇരിക്ക്. ആ, ദാ ചുക്കാപ്പ് റെഡി. കുടിക്ക. എന്താ വക്കീലെ, ഇനി പിണക്കം മാറിയില്ലേ? വക്കീലെ, മനുഷ്യരായ ഇണങ്ങും പിണങ്ങും, വഴക്കുണ്ടാവൊക്കെ ചെയ്യും. അത് സ്നേഹമുള്ളതുകൊണ്ടല്ലേ. ആ, വാങ്ങിക്കു വക്കീലെ. ആ, ഇപ്പോഴെന്നോട് പിണക്കാണോ? എന്നോടുള്ള ദേഷ്യം പോയോ? അത് പറഞ്ഞാലേ ഞാനിത് കുടിക്കൂ. എനിക്ക് വക്കീലിനോട് ഒരു പിണക്കവും ഇല്ല. അപ്പോഴത്തെ സാഹചര്യത്തില് ഞാൻ എന്റെ നിയന്ത്രണം വിട്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി. ഒട്ടും ദേഷ്യമില്ലേ? ഒട്ടുമില്ല. മാത്രമല്ല, വക്കീലിനോട് എനിക്ക് എപ്പോഴും സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അങ്ങനെ പെരുമാറിപ്പോയതിന് എന്നോട് ക്ഷമിക്കണം. ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആതിര എത്ര നിർബന്ധിച്ചാലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. വക്കീലെ, അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഈ കാപ്പി കുടിക്ക്. എന്റെ കാപ്പി എങ്ങോട്ടൊന്ന് നോക്ക് വക്കീലെ. കൊള്ളാം. ആ,